ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് നമ്മുടെ അല്ലെങ്കിൽ ഞങ്ങൾ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ആ ഭാഗത്ത് മലബാറുകാരുടെ അങ്ങനെ തന്നെ പറയാം ഫേവറേറ്റ് ആയിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാരുടെയും ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം തന്നെയാണ് കേട്ടോ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്, അതായത് നെയ്പത്തിരി. പക്ഷേ എങ്കിൽ കൂടിയും ഞങ്ങൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലക്കാർ മാത്രമാണെന്ന് തോന്നുന്നു പുഴുക്കലരി അരച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. സാധാരണ പച്ചരിപ്പൊടി കൊണ്ട് അരിപ്പൊടീനെ കൊണ്ടാണ് സാധാരണ നെയ്പത്തിരി മറ്റ് എല്ലാവരും ഉണ്ടാക്കുന്നത്. അപ്പം ഞങ്ങൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലക്കാർ പുഴുക്കലരി ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ടാക്കും കേട്ടോ, അതിനൊന്നുകൂടി സോഫ്റ്റ്നെസ് കൂടും. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ പണ്ടൊക്കെ ആട്ടുകല്ലിൽ അരച്ചെടുക്കും, ഇപ്പം പക്ഷേ ഗ്രൈൻഡറിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ. അപ്പം ഞാൻ രാത്രിയിൽ കിടക്കുന്ന സമയത്ത് ഇതേ നമ്മുടെ പുഴുക്കലരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കഴുകിയിട്ടാണ് കേട്ടോ ഇട്ട് വെച്ചിരുന്നത്. എന്നിട്ട് അത് ആ വെള്ളമൊക്കെ ഞാനിപ്പോൾ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇത് ഗ്രൈൻഡറിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഇപ്പം നമ്മുടെ ചെറിയ ഈ ടേബിൾ ടോപ്പ് ഗ്രൈൻഡർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ക്വാണ്ടിറ്റി ഒന്നുമല്ല. ഞാനിപ്പോൾ 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ അരി കഴുകിയിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നെയ്പത്തിരിയുടെ മാവിൻ്റെ കട്ടി നന്നായിട്ട് ചപ്പാത്തി മാവൊക്കെ പോലെ ഇരിക്കണമല്ലോ. അപ്പോൾ വെള്ളം ചേർക്കില്ല, കാരണം നമ്മൾ ഇതിനകത്തോട്ട് ലാസ്റ്റ് പിന്നെ തേങ്ങയും സവാളയൊക്കെ ചേർക്കുമല്ലോ. സവാള അല്ല, ചെറിയ ഉള്ളിയാണ് ചേർക്കേണ്ടത്, ഞാനിന്ന് സവാളയാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പകുതി അരവാവുന്നത് വരെ അരച്ചെടുത്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സവാളയൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഞാനപ്പോൾ ഇതേ വെള്ളമൊന്നും ചേർക്കാതെ നമ്മുടെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിങ്ങനെ കട്ടിയിൽ അരച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ സ്ക്രാപ്പർ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങാൻ ബുദ്ധിമുട്ടായിട്ട് കളിക്കും. അതല്ല, ഇപ്പോൾ കുറച്ചധികം ആൾക്കാരൊക്കെ ഉണ്ടാകുന്ന സമയത്താണെങ്കിൽ ഒരുപാട് അരിയൊക്കെ ഇട്ട് അരക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറങ്ങാൻ ബുദ്ധിമുട്ടാവുന്ന കാണുമ്പോൾ കുറച്ച് അരി മാറ്റി വെച്ചിട്ട് അങ്ങനെ അരച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു പകുതി അരവായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് നമ്മുടെ ഇപ്പോൾ ഇത്രയും കട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കരുത്, കാരണം നമുക്കിത് ഈ സവാളയൊക്കെ ചേർക്കുമ്പോൾ കുറച്ച് ഒന്ന് അയഞ്ഞ് കിട്ടുമല്ലോ. അപ്പം ഞാനിപ്പോൾ ഏകദേശം ഒരു മീഡിയം 2 സവാള എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല അളവിൽ നാളികേരം ചെറിയതും പിന്നെ നമ്മുടെ പെരുംജീരകവും, ഇതെല്ലാവർക്കും അറിയുന്നത് തന്നെയാണല്ലേ. അപ്പോൾ ഇതേ ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കണമായിരുന്നു, മറന്നുപോയി കേട്ടോ. അപ്പം നമ്മൾ അരി ഇടുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് എല്ലാവരുടെയും പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ആ നാളികേരവും നമ്മുടെ പെരുംജീരകം പിന്നെ എന്തായിരുന്നു സവാള, ചെറിയുള്ളി നന്നാക്കാൻ മടിച്ചിട്ടായിരുന്നു ഞാൻ സവാള ഇട്ടിരുന്നത്. ചെറിയുള്ളി എൻ്റെ അടുത്തുള്ളത് നന്ന ചെറുതായിപ്പോയി. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അത്യാവശ്യം ഒന്ന് തരിതരിപ്പായ ആ തേങ്ങയൊക്കെ അരഞ്ഞ് കിട്ടിയ സമയത്ത് തന്നെ പിന്നെ ഇതേ വാരി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഓണായിരിക്കുമ്പോൾ തന്നെ വാരി എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വാരി എടുക്കാൻ കിട്ടും കേട്ടോ, കാരണം അത് സ്ക്രേപ്പ് ചെയ്ത് തരുമല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വാരി എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. കൈയൊന്നും പറ്റുമൊന്നുമില്ല, നമ്മളൊന്ന് ഇത്തിരി ശ്രദ്ധിച്ചാൽ മതിയേ. ഇനിയിപ്പോൾ അത് ക്ലീൻ ചെയ്യാനുള്ള ഇതേ നോക്കൂ, അതിൽ ഇതേപോലെ തന്നെ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കറക്കി കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലീനായി കിട്ടും. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ സംഭവത്തിലൂടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ഏകദേശം ഒരു 80% ഒക്കെ അരഞ്ഞിട്ടുള്ളൂ കേട്ടോ, നല്ല ഫൈനായിട്ട് അരയരുത്. അപ്പോൾ അത് അരച്ച് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ മോന് രാവിലെ പോകണമായിരുന്നു ഇന്ന് സ്കൂളിൽ കബഡി കോച്ചിങ്ങിന്. അപ്പോൾ ഞാൻ ആ സമയത്ത് എണീക്കേണ്ടി വന്നപ്പം ഞാൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ മോൻ കോച്ചിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഇനി ഇത് ഉണ്ടാക്കേണ്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് കുറച്ച് നേരം പോയി വീണ്ടും കടന്നിട്ടൊക്കെയാണ് കേട്ടോ ഇപ്പോൾ അത് അരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ കറി രാവിലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളക്കടലയാണ്. ഞാൻ ഈ കറിയുടെ റെസിപ്പി ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ ചാനലിൽ. അപ്പോൾ ഇത് നമുക്കിനി മോനിപ്പം വരാറായിട്ടുണ്ട്, അപ്പോഴേക്കും നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ 2ആയി മുറിച്ചിട്ട് അതിൻ്റെ ഒരറ്റത്ത് വെക്കും, എന്നിട്ട് മറ്റേ അറ്റം കൊണ്ട് മൂടിയിട്ട് ഇതിങ്ങനെ അടി പരന്ന പാത്രം വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ചിലത് നമ്മുടെ കൈപ്പത്തി വെച്ച് അമർത്തിയും ചെയ്യാറുണ്ട്. എനിക്ക് അതിനേക്കാളും കുറച്ചും കൂടി നീറ്റായിട്ടും എളുപ്പത്തിലും പറ്റുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതുപോലെ കവറിൻ്റെ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കും, എന്നിട്ട് മറ്റേ ഭാഗം കൊണ്ട് മൂടിയിട്ട് ഇതേ പാത്രം കൊണ്ട് ജസ്റ്റ് ഒന്ന് 2 തവണ ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ സംഭവം എളുപ്പത്തിൽ പരത്തി കഴിഞ്ഞു. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് തോന്നുന്നു. അപ്പോൾ ഇതേ ഒരു 1/4 ഇഞ്ച് കനത്തിൽ ഇങ്ങനെ നമ്മൾ പരത്തിയെടുക്കുക. അപ്പോൾ അതിനകത്ത് ഉള്ളീൻ്റെയൊക്കെ തരിതരിപ്പൊക്കെ കാണുന്നുണ്ടാവും, ജീരകത്തിൻ്റെയൊക്കെ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു 80% മാത്രമേ നമ്മൾ അരച്ചെടുക്കാവുള്ളൂ കേട്ടോ. പിന്നെ ഇത് എണ്ണ വേഗം ചൂടായിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായാൽ നോക്കാൻ ആദ്യം ഒരു ഉരുളി ഇട്ട് നോക്കി, നന്നായി ചൂടായിട്ടുണ്ട്. നമ്മുടെ സംഭവം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒട്ടും ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ആദ്യത്തെ 1-2 എണ്ണമൊക്കെ ചിലപ്പോൾ പൊങ്ങുന്നത് ഒരു ഇത്തിരി കുറഞ്ഞു വരും, കുഴപ്പമൊന്നുമില്ല. ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ നന്നായി പൊങ്ങി വരും കേട്ടോ. അപ്പം തീ കുറഞ്ഞ് ആദ്യത്തേതെന്ന് വെച്ചാൽ എനിക്കൊന്ന് പെർഫെക്റ്റായിട്ട് നമ്മൾ തീ ചൂടായിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ തീ എന്തായാലും ഒരുപാട് കുറച്ചിട്ടേക്കരുത്, മീഡിയത്തിൽ കുറച്ച് താഴെയായിട്ട് വെച്ചാൽ മതി കേട്ടോ.
അപ്പോൾ നമുക്കതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അത്യാവശ്യം പൊങ്ങി വരുമ്പോൾ രണ്ട് സൈഡും കളർ, അപ്പോൾ കടകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കളറിലേക്ക് എടുക്കുള്ളൂ കേട്ടോ. പക്ഷേ എനിക്കിത് ഇങ്ങനെ നല്ലൊരു അത്യാവശ്യം ഒരു ബ്രൗൺ കളർ ആവുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും ചെയ്യുന്നത്. കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഈ കളർ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്കതുപോലെ തന്നെ ഇനി നമ്മുടെ ഓരോന്നും അതുപോലെ തന്നെ ഇതേ ഞാൻ വീണ്ടും ഒന്നുകൂടി കാണിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഇതേ നമ്മുടെ ആ പരന്ന പാത്രം വെച്ചൊന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് പരത്തി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ ഇതിനകത്തോട്ടേക്ക് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി, ഇളക്കിയെടുക്കുമൊന്നും വേണ്ട. കണ്ടല്ലോ തീ നന്നായി ചൂടായി എന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ സംഭവം തന്നെ പൊങ്ങി വരുന്നത് കണ്ടോ, നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പം എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ അതേ രണ്ട് സൈഡും ഇതേപോലെ തന്നെ നന്നായി കളർ മാറുന്നത് വരെ. കളർ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ കടകളിലൊന്നും ഇത്ര കളർ ഉണ്ടാവാറില്ല, പക്ഷേ എനിക്ക് ഈ കളർ ഉണ്ടായാലാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ ഈ ഒരു പാകത്തിന് ആണ് എൻ്റെ നെയ്പ്പത്തിരി എല്ലാം ചുട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ, നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാ നെയ്പ്പത്തിരി ഇത് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ. അപ്പോൾ എത്ര എളുപ്പമല്ലേ, ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ എളുപ്പമാണ് അല്ലേ. നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ പണ്ടൊക്കെ കല്ലിൽ അരച്ചിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ എന്തായാലും പച്ചരി കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും കിട്ടുന്നൊരപ്പം ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. Thanks for watching.